മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെയും ആ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരായ മുസ്ലിയാക്കളെയും കേരളീയ സമൂഹം സ്വീകരിച്ചു. വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക, മുസ്ലിയാക്കൾ എന്ന പദവിയാണ്, മുസ്ലിയാക്കന്മാർ എന്ന പേരാണ് കേരളീയ സമൂഹം മഖ്ദൂമിന്റെ സർവകലാശാലയിൽ നിന്നിറങ്ങി വന്ന പണ്ഡിതന്മാരെ ഓമനത്വത്തോടെ, ആദരവോടെ, സമ്പൂർണമായ ബഹുമാനത്തോടെ വിളിച്ച പേര് മുസ്ലിയാർ എന്ന പേരാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് കേവലം പള്ളി മിൻബറുകളിൽ നിന്ന്, പള്ളിയിലെ മിഹ്റാബുകളിൽ നിന്ന് ആരാധനാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ എന്ന് മാത്രമല്ല, മറിച്ച് സമൂഹത്തിന്റെ നാനാജാതി പ്രശ്നങ്ങളിൽ ഇടപെട്ട് മുഴുവൻ മേഖലകളിലും അവരെ നന്മയുടെ വഴിത്താരയിലേക്ക് നയിക്കുന്നവർ എന്നാണ് തസ്ലിയത്ത് എന്ന ധാതുവിൽ നിന്നുൽപ്പന്നമായ, തസ്ലിയത്ത് എന്ന ധാതുവിൽ നിന്നുത്ഭൂതമായ മുസ്ലി എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. നാട്ടിൽ സമാധാനമുണ്ടാക്കുന്നവർ, ജനങ്ങളുടെ ഇടയിലെ കുഴപ്പങ്ങളെ തീർക്കുന്നവർ, ജനങ്ങൾക്കിടയിൽ സമാധാനം സൃഷ്ടിക്കുന്നവർ എന്നാണ് അറബി ഭാഷാ പ്രകാരം മുസ്ലി എന്ന വാക്കിന്റെ അർത്ഥം. ആ മുസ്ലി എന്ന വാക്കിനോടുകൂടെ കേരളീയ ശൈലിയായ ആർ എന്ന ബഹുമാന പദവി ചേർക്കുമ്പോഴാണ് ഖാദിയാർ എന്നും അതുപോലെ ഹാജിയാർ എന്നുമൊക്കെ ബഹുമാന സൂചകമാക്കിയതിന്റെ പിന്നിൽ ആർ എന്ന് ബഹുമാന സൂചകമായി ചേർത്തപ്പോഴാണ് മുസ്ലിയാർ എന്ന പദം കേരളത്തിൽ വന്നത്. ആ മുസ്ലിയാർ എന്ന പദം സൂചിപ്പിക്കുന്നത് ഈ മഖ്ദൂമിന്റെ സർവകലാശാലയിൽ നിന്ന് വരുന്ന പണ്ഡിത പ്രതിഭകൾ കേരളത്തിന്റെ നാനാജാതി പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന മഹാത്മാക്കളായ വിധികർത്താക്കളാണ് എന്നാണ് ഞാൻ ചുരുക്കി പറയുന്നു. മഖ്ദൂം പടച്ചുവിട്ട, മഖ്ദൂം സൃഷ്ടിച്ചുവിട്ട വിശുദ്ധമായ ആ ഇസ്ലാമിക വിപ്ലവം കേടൊന്നും കൂടാതെ മഖ്ദൂമിന്റെ കറാമത്തോടുകൂടി അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടെ കേരളീയ സമൂഹത്തിൽ നിലനിന്നു. നൂറ്റാണ്ടുകളോളം നിലനിന്നു. നൂറ്റാണ്ടുകളോളം നിലനിന്നു എന്ന് പറഞ്ഞാൽ പോറലേൽക്കാതെ ഈ സമൂഹത്തിന്റെ നേതൃത്വം അവൻ അലങ്കരിച്ചു വന്നു. ചരിത്രതുല്യരായ പണ്ഡിത പ്രതിഭകൾ മഖ്ദൂമിന്റെ കാലത്തും പിൽക്കാലങ്ങളുമായി കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗധേയം നിർണയിച്ചു വന്നു. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിനെ പോലെ ദാർശനിക കവിയും ഫലിത സാമ്രാട്ടുമായിരുന്ന മഹാനായ കുഞ്ഞായിൻ മുസ്ലിയാരെ പോലെ, അതുപോലെ മലബാറിലെ മാപ്പിള മക്കൾക്ക് സ്വരാജ്യ സ്നേഹത്തിന്റെ അധ്യായം പഠിപ്പിച്ചു കൊടുത്ത ബ്രിട്ടീഷ് അധികാരികളോട് ധീരദൂതമായ ദേശക്കൂറിന്റെ സമരപ്രഖ്യാപനം നടത്തിയ ബ്രിട്ടീഷ് അധികാരികളുടെ തോക്കിൻ മുനകൾക്ക് മുമ്പിൽ ധീരമായി പെരുമാറു വിളിച്ച് ദേശക്കൂറിന്റെ നേതൃത്വം നൽകിയ മഹാനായ പണ്ഡിതനായിരുന്ന നെല്ലിക്കുത്താലി മുസ്ലിയാരെ പോലെയുള്ള ഉന്നതരായ പണ്ഡിത പ്രതിഭകളെ കാലങ്ങളുടെ ഇടവേളകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പരിശുദ്ധമായ പൊന്നാനി പള്ളിയാകുന്ന ഇസ്ലാമിക സർവകലാശാലയിൽ നിന്ന് കേരളീയ സമൂഹത്തിന് സമ്മാനിക്കപ്പെട്ടു. കേവലം കേരളീയ സമൂഹത്തിന് മാത്രമല്ല, ആഗോള സമൂഹത്തിലേക്ക് തന്നെ മഖ്ദൂമിന്റെ തിരുമുമ്പിൽ നിന്ന് പണ്ഡിത പ്രതിഭകൾ പ്രവഹിച്ചിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഹറമൈനിൽ നിന്ന്, മക്കയിൽ നിന്നും മദീനയിൽ നിന്നും വിശുദ്ധമായ ശാഫിഈ ഇമാമിന്റെ ഖബറിടം കൊണ്ട് അനുഗ്രഹീതമായ, നൈലിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ സാക്ഷാൽ ഈജിപ്തിൽ നിന്ന് പോലും പണ്ഡിതർ കടൽ കടന്ന് കേരളത്തിന്റെ മണ്ണിലേക്ക്, മലബാറിന്റെ മക്കയിലേക്ക് വന്നു എങ്കിൽ അത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഖ്ദൂം നൽകിയ അഭിമാനത്തിന്റെ നിമിഷങ്ങളായിരുന്നു. ഞാൻ ചുരുക്കുന്നു. എന്നാൽ 4.5 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യയിൽ നിലനിന്നിരുന്ന വൈദേശിക കൊളോണിയൻ ശക്തികൾക്ക് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു സൃഷ്ടിച്ചുവിട്ട അലയടിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ദേശക്കൂറിന്റെ സമരം, അത് ധാർമ്മികമായ നിലനിൽപ്പിന്റെ അടിത്തറയിൽ, അത് വിശുദ്ധമായ മതപരമായ അവബോധത്തിന്റെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ടതാണ് എന്ന തിരിച്ചറിവിലൂടെ കേരളത്തിൽ നിന്ന്
മഖ്ദൂമിന്റെ ശിഷ്യ പരമ്പരയുടെ സ്വാധീനം ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിച്ച ചില വിഭാഗങ്ങൾ, നേരത്തെ പറഞ്ഞ വഹാബി വിഭാഗം തന്നെ, നജിദിൽ നിന്ന് കടന്നു വന്ന വഹാബി വിഭാഗം മഖ്ദൂമിന്റെ ശിഷ്യന്മാരായ പണ്ഡിതന്മാരായ മുസ്ലിയാക്കന്മാർക്ക് കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്ഥാനമാനങ്ങൾ അവർ കേവലം മതപരമായ കാര്യങ്ങളിൽ നേതൃത്വം നൽകേണ്ടവർ മാത്രമാണ് എന്ന നിലപാടിലേക്ക് കേരളീയ സമൂഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും 1920കളുടെ മധ്യാഹ്നം മുതൽ കേരളീയ സമൂഹത്തിന്റെ വിദ്യാസമ്പന്നരുടെ ഇടയിലേക്ക് നജിദിയൻ ആശയങ്ങൾ കടന്നു വരികയും അതിലൂടെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയ സാന്നിധ്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള കൊടും ക്രൂരമായ ശ്രമങ്ങൾ നടന്നു വരികയും ചെയ്ത സന്ദർഭത്തിലാണ് 1946 ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ അതേ താഴ്വരയിൽ വൈജ്ഞാനികമായും കുടുംബപരമായും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ താഴ്വരയിൽ തന്നെ അതേ പേരിൽ മറ്റൊരു സൈനുദ്ദീൻ മഖ്ദൂമിനെ, സൈനുദ്ദീൻ മഖ്ദൂം അൽ ഓടക്കലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന ഓക്കെ ഉസ്താദിനെ 1946 കേരളീയ മുസ്ലിം സമൂഹത്തിന് സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടാക്കിയെടുത്ത വിശുദ്ധമായ ദാർശനിക വിപ്ലവം, ആത്മീയ വിപ്ലവം നിലനിർത്തുന്നതിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കരിഞ്ഞേകിയ സന്തുഷ്ട സമ്മാനമായിരുന്നു മഹാനായ ഓക്കെ ഉസ്താദ് എന്ന് ചരിത്രപരമായ സാമ്യതയിലൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5 നൂറ്റാണ്ട് മുമ്പ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു സാധിച്ചെടുത്ത വൈജ്ഞാനിക വിപ്ലവത്തിന്റെ പിന്നണിയിൽ നിന്നുകൊണ്ട് അതേ രൂപത്തിലുള്ള ഒരു വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിച്ചെടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ഓക്കെ ഉസ്താദിന് സൗഭാഗ്യം നൽകി. ഞാൻ ചുരുക്കി പറയട്ടെ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധ പൊന്നാനിപ്പള്ളിയിൽ നിന്ന് ഇസ്ലാമിക കൈരളിക്ക് സർവ്വവിധ നേതൃത്വങ്ങളും നൽകുന്ന പണ്ഡിതന്മാർ സമർപ്പിക്കപ്പെട്ടുവെങ്കിൽ 1946 കുഴിപ്പുറം എന്ന കൊച്ചുദേശത്ത് തുടക്കം കുറിച്ച ഉസ്താദുൽ അസാത്തീദിന്റെ പരിശുദ്ധമായ ആ ദർസിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകി വന്ന പരിശുദ്ധമായ സംഭാവനകൾ, ആ സംഭാവനകളാണ് ഇന്ന് കേരളത്തിന്റെ ധാർമ്മിക മണ്ഡലങ്ങളെ സമ്പുഷ്ടീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിന്റെ ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ പ്രബോധന മേഖലകളെ മുഴുവനും കൈയാളിക്കൊണ്ടിരിക്കുന്നത് മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം ഓടക്കലി എന്ന് വിളിക്കാവുന്ന ഓക്കെ ഉസ്താദ് എന്ന പരിശുദ്ധനായ പുരുഷന്റെ വിശുദ്ധനായ ആത്മീയ നേതൃത്വത്തിന്റെ പരിശുദ്ധ തിരുമുമ്പിൽ നിന്ന് കേരളത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട പണ്ഡിത വ്യൂഹമാണ്. ആ പണ്ഡിത വ്യൂഹത്തെ നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇന്ന് കേരളത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരത്രയും 98% ഓക്കെ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്, അല്ലെങ്കിൽ അവിടുത്തെ ശിഷ്യന്മാരാണ്, അല്ലെങ്കിൽ അവരുടെയും ശിഷ്യന്മാരാണ്. നിലവിൽ ഒരു 5-6 തലമുറയെങ്കിലും ഓക്കെ ഉസ്താദിന്റെ ശിഷ്യ തലമുറയായി ഇന്ന് കേരളത്തിന്റെ പള്ളി മിഹ്റാബുകളിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ കേരളീയ സമൂഹം കടപ്പെട്ടിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെയുണ്ടോ അവരിലേറെ മുസ്ലിം കേരളം കടപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഉസ്താദ് എന്ന പരിശുദ്ധനായ ഗുരുവര്യരോടാണ്, ഗുരുക്കൾ തങ്ങളുടെ ഗുരുവര്യരോടാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ ചുരുക്കി നമ്മൾ പറഞ്ഞാൽ ഓക്കെ ഉസ്താദ് സമർപ്പിച്ച സംഭാവനകളെ കുറിച്ച് വളരെ ചുരുക്കി മാത്രം നാം സംസാരിക്കുമ്പോൾ മണിക്കൂറുകളോളം നമുക്കതേക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരൊക്കെയാണ് ഓക്കെ ഉസ്താദ് നൽകിയ സംഭാവന? ഓക്കെ ഉസ്താദിന്റെ സംഭാവന പറയുമ്പോൾ പ്രഥമ സ്ഥാനീയനായി തീർച്ചയായും നമ്മൾ അവതരിപ്പിക്കേണ്ടത് മഹാനായ സുൽത്താനുൽ ഉലമ ഖമറുൽ ഉലമ കാന്തപുരം നേപ്പി അബൂബക്കർ മുസ്ലിയാരെയാണ്. ഭാരതീയ മുസ്ലിം സമൂഹത്തിന്റെ അഭിമാനത്തിന്റെ തേജപുഞ്ചമായി ലോകത്തിനു മുന്നിൽ വിരാജിക്കുന്ന പണ്ഡിത പ്രതിഭയായ മഹാനായ കാന്തപുരം ഉസ്താദ് എന്ന ഭാരതീയ മുസ്ലിം സമൂഹത്തിന്റെ അഭിമാന പുത്രനെ സമർപ്പിച്ചത് ഓക്കെ ഉസ്താദ് എന്ന വിശുദ്ധനായ ആത്മീയ നേതൃത്വത്തിന്റെ തിരുമുമ്പിൽ നിന്നാണ് സമർപ്പിക്കപ്പെട്ടത് എങ്കിൽ ഈ ഒരു ഉദാഹരണം മാത്രം മതി. ആരാണ് ഓക്കെ ഉസ്താദ് കേരളീയ സമൂഹം സംബന്ധിച്ചിടത്തോളം എന്നതെക്കുറിച്ച് മനസ്സിലാക്കാൻ? ആരാണ് മഹാനായ കാന്തപുരം ഉസ്താദ്? വിശാലമായി ബഹുമാനപ്പെട്ട എന്ത് നേതാവിനെ കുറിച്ച് ഈ സമയത്ത്
വിശാലമായി ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്ന, ലോക ജനസമൂഹത്തിന്റെ മനസ്സകങ്ങളെ പിടിച്ചു പറ്റിയിരിക്കുന്ന 500 മുസ്ലിം പ്രമുഖരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് കേവലം 10 പേര് മാത്രം ഉൾപ്പെട്ടിട്ടുള്ള പട്ടികയിൽ ലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട, ലോക സമൂഹത്തിന്റെ മനസ്സ് പിടിച്ചു പറ്റിയ മുസ്ലിം പ്രമുഖരിലെ പ്രധാനിയായി നമ്മുടെ മഹാനായ നേതാവിനെ, കാന്തപുരം ഉസ്താദിനെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പരമപ്രധാനികളായ മഹാന്മാരായ നേതാക്കളാണ് ആ പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റായിരുന്ന, ഇന്ത്യൻ മിസൈൽ ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ APJ അബ്ദുൽ കലാം അടക്കമുള്ള പ്രമുഖർ സ്ഥാനം പിടിച്ച പട്ടികയിൽ, അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച മുസ്ലിം നേതാക്കളുടെ പട്ടികയിൽ പ്രധാനമായ സ്ഥാനം അലങ്കരിക്കുന്നത് ഉസ്താദുൽ അസാതീദിന്റെ പരിശുദ്ധമായ ദർസിൽ നിന്ന് കേരളീയ സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ട കാന്തപുരം ഉസ്താദ് എന്ന ആ പണ്ഡിതനാണെന്ന് പറയുമ്പോ ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം ആരാണ് മഹാനായ ഒക്കെ ഉസ്താദ് എന്ന്. കേരളീയ സമൂഹത്തിന്റെ കമലാന്തരങ്ങളിൽ ഇറങ്ങി, ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങി അനാഥരായ പാവപ്പെട്ട മക്കളെ, സംരക്ഷിക്കപ്പെടേണ്ട അനാഥ മക്കൾ ഈ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ എച്ചില് തേടി നടക്കേണ്ട അവസ്ഥ വന്നപ്പോ അവരെ വലത് കൈ പിടിച്ച് ജീവിതത്തിന്റെ പച്ചപ്പരപതാനിയിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന് അവർക്ക് ഉന്നതമായ ജീവിതം നൽകി ആ പാവപ്പെട്ട അനാഥ മക്കളെ സമൂഹത്തിനും നാടിനും നാട്ടാർക്കും കുടുംബത്തിനും കുടുംബക്കാർക്കും ഉപകാരം ചെയ്യുന്ന, മതത്തിനും മതകീയ ചിഹ്നങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രവർത്തകരായി വാർത്തെടുത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കണ്ണീരൊപ്പി കേരളീയ സാമൂഹിക മണ്ഡലത്തിൽ സൗഭാഗ്യമായി ഭവിച്ച മഹാനായ കാന്തപുരം ഉസ്താദ് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഭീകരതയുടെ പേരിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ പലരും തോക്കെടുക്കാൻ നിർബന്ധിപ്പിച്ചപ്പോ മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചാവേറുകൾ സൃഷ്ടിക്കപ്പെടുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ തോക്കെടുക്കുന്നതിലൂടെയാണ്, വെടിയുണ്ടകൾ ചീറിപ്പായുന്നതിലൂടെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് എന്ന് മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ പലവിധ കുൽസിത ശ്രമങ്ങളും ഉണ്ടായപ്പോ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിനെതിരെ അതിശക്തമായ ഭീകരമായ ആക്രമണം നടക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോലും മഹാനായ കാന്തപുരം ഉസ്താദ് കയറിച്ചെന്ന് മുസ്ലിം സമൂഹം സ്വത്വബോധം തിരിച്ചുപിടിക്കലാണ്. എന്താണ് ഇസ്ലാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കലാണ്. ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കലാണ്. വൈജ്ഞാനിക പ്രബോധനത്തിലാണ് മുസ്ലിം ഉമ്മത്തിന്റെ സമസ്യകളുടെ പൂരണമെന്ന് മഹാനായ കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുകയും കാന്തപുരം എന്ന വിശുദ്ധനായ ആ നേതാവ് ഒക്കെ ഉസ്താദ് എന്ന ഗുരുവര്യരിൽ നിന്ന് സ്വാംശീകരിച്ച മുഖകാന്തിയുമായി, പ്രകാശ സമ്പൂർണതയുമായി ഇന്ത്യയുടെ വിവിധ മണ്ഡലങ്ങളിലേക്ക് കയറിച്ചെന്ന് സാക്ഷാൽ കാശ്മീരികൾ പോലും പുറത്തിറങ്ങാൻ മടിക്കുന്ന കാശ്മീരിന്റെ മലമടക്കുകളിലൂടെ, മഞ്ഞു വീഴ്ചയുള്ള താഴ്വാരങ്ങളിലൂടെ ഇസ്ലാമിക പ്രബോധനവുമായി ഇറങ്ങിച്ചെന്ന് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള നേതൃത്വം അലങ്കരിച്ച മഹാനായ കാന്തപുരം ഉസ്താദ് ഈ ഓക്കെ ഉസ്താദിന്റെ തിരുമുമ്പിൽ നിന്ന് സമർപ്പിക്കപ്പെട്ടുവെങ്കിൽ ഓക്കെ ഉസ്താദ് നൽകിയ സംഭാവന അത് ചരിത്രതുല്യമാണ്, ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നതാണ്, ചരിത്രത്തിൽ നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത വിശുദ്ധമായ സംഭാവനയാണ് എന്ന് ഓക്കെ ഉസ്താദിന്റെ ഈ സംഭാവനയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഓക്കെ ഉസ്താദിന്റെ വിശുദ്ധമായ ഈ സംഭാവനയെ ഇന്ന് ലോകം മുഴുവൻ കാംക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ, ആദരവോടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോ, ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകാൻ ഓക്കെ ഉസ്താദിന്റെ അരുമ ശിഷ്യനായ കാന്തപുരം ഉസ്താദിനെ കാംക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ, ഓക്കെ ഉസ്താദിന്റെ മഹാനായ പിതാമഹനായിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു
റളിയല്ലാഹു അൻഹുവിനെ ലോകത്തൊന്നടങ്കമുള്ള മുസ്ലിങ്ങൾ കാംക്ഷിച്ച് പരിശുദ്ധമായ മലബാറിന്റെ മക്കയായ പൊന്നാനിപ്പള്ളിയിലേക്ക് മുസ്ലിം സമൂഹത്തിന്റെ പണ്ഡിത പ്രതിഭകൾ പ്രവഹിച്ചുവെങ്കിൽ അതേ രംഗമാണ് ഇന്ന് മർക്കസിന്റെ തിരുമുറ്റത്തേക്ക് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് പണ്ഡിത പ്രതിഭകൾ പ്രവഹിക്കുന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പരിശുദ്ധ ഹറമൈനിൽ നിന്നും മിസ്റിൽ നിന്നും യമനിൽ നിന്നും ലോക പ്രശസ്തരായ പണ്ഡിതന്മാർ കാന്തപുരം എന്ന മഹാപണ്ഡിതന്റെ കാൽക്കൈയിൽ നിന്ന് എവിടെ നിന്നാണ് ഈ മഹാപണ്ഡിതൻ വിശുദ്ധമായ ഇസ്ലാമിക വൈജ്ഞാനികം നുകർന്നെടുത്ത സ്രോതസ് ഏതാണ് എന്നന്വേഷിക്കുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം